വയനാട്ടിലെ DCC ട്രഷറായിട്ടുള്ള NM വിജയന്റെയും മകന്റെയും മരണം ആത്മഹത്യ. സത്യത്തിൽ അതൊരു ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊന്നുകളഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. കാരണം അവിടെ അർബൻ ബാങ്കിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കോടികൾ കോഴ വാങ്ങുന്നു. അത് NM വിജയനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിലൂടെയാണ് ഈ പണം വാങ്ങുന്നത്. അതായത് ഈ നിയമനത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ NM വിജയന്. എന്നാൽ ആ പണം മുഴുവൻ ചെന്നെത്തുന്നത് മറ്റു നേതാക്കളിലേക്ക്. സ്വാഭാവികമായും ഇതിന്റെ പണത്തിന്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിലേക്ക് വരും. ആ ജോലി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, ജോലിക്ക് കോഴ വാങ്ങുമ്പോൾ ആ ജോലി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പണം തിരികെ കൊടുക്കേണ്ടി വരും. ആരാണോ ആ പണം വാങ്ങിയത് അവർ തിരികെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പണം അവർ ആർക്കാണോ കൊടുത്തിട്ടുള്ളത് അവരോടാണ് പോയി ചോദിക്കുക. സ്വാഭാവികമായും മറ്റു മുതിർന്ന നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ അവർ ഈ കോഴ വാങ്ങിയതിനെ കുറിച്ച് അറിയില്ലല്ലോ. കൊടുത്തവർക്ക് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ആരാണ് പണം വാങ്ങിയത് അവർ നോക്കിയാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പും കോഴത്തട്ടിപ്പും ഇടതുപക്ഷത്തിലോ അല്ലെങ്കിൽ മറ്റിവിടെ മാത്രമല്ല കോൺഗ്രസിലും ഉണ്ട്. അത് മാത്രമല്ല ജീവൻ എടുക്കുന്ന വിധം, ഒരു കുടുംബത്തിന്റെ അത്താണി അല്ലെങ്കിൽ ഒരു പ്രദേശങ്ങളെ മുഴുവൻ ജീവൻ എടുക്കുന്ന വിധത്തിലേക്ക് അത് വളർന്നു കഴിഞ്ഞു കോൺഗ്രസിലും എന്നതാണ് ഇവിടെ കാണുന്നത്.